ചത്ത പച്ച ഓൾറെഡി ഒരുപാട് ഹൈപ്പ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടിറങ്ങാൻ പറ്റും എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഒരു ബ്യൂട്ടിഫുൾ ഫിലിം. ലിറ്ററലി കുറേ നാളുകൾക്ക് ശേഷം തിയേറ്റർ ഒരു പൂരപ്പറമ്പാവുന്നത് വിറ്റ്നസ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്രയും ഗംഭീരമായിട്ടുള്ള സിനിമ. ഇതിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ഇതിൻ്റെ മ്യൂസിക്, പാട്ടുകൾ, കോസ്റ്റ്യൂം, ആർട്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേപോലെ കഷ്ടപ്പെട്ടതിൻ്റെ വലിയൊരു റിസൾട്ടാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ശരിക്കും മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു മാറ്റമൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ സിനിമകൾ ശരിക്കും നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു. ഒരുപാട് ഫൈറ്റും ഇത്ര കളർഫുൾ ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു. ഇതിലെ നായകന്മാർ, ഒരു നായകനല്ല, നമുക്കറിയാം നായകന്മാരുണ്ട്. അർജുൻ അശോകൻ, റോഷൻ മാത്യു, ഇഷാൻ ഷൗക്കത്ത്, അതുപോലെ തന്നെ വിശാഖ് നായർ, ഇവരെല്ലാവരും ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ്. പിന്നെ ഇതിൽ നമ്മുടെ കുട്ടിത്താരം അറിയാം, റോസം എന്ന ക്യാരക്ടർ ഭയങ്കര ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഈ നായകന്മാരുടെ ചെറുപ്പം ചെയ്തിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവരും എല്ലാവരും ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മൾ ശരിക്കും സിനിമയിലേക്ക് ഇന്നാവുന്നത് ഇവരുടെ ചെറുപ്പകാലം തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഈ നമ്മുടെ ഈ കുട്ടി ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, അവർ ഭയങ്കര ഗംഭീരമായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയുടെ ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ സിനിമയിലേക്ക് ഇന്നാവുകയാണ്. ഇത് പറഞ്ഞു പോകുന്ന രീതി, ഒരു നറേഷനിലൂടെ പോയി പിന്നീട് സിനിമയിലേക്ക് ഇന്നാവുന്നത്, കൊച്ചിയുടെ ഈ ഒരു മട്ടാഞ്ചേരിയുടെ ഈ ഒരു ആംബിയൻസ് ഒക്കെ കാണിച്ചിരിക്കുന്നതൊക്കെ ശരിക്കും കൊച്ചിക്കാർക്ക് അല്ലെ കൊച്ചിയിലുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവാനായിട്ട് പറ്റും. ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ, ഈവൻ കോസ്റ്റ്യൂംസിലാണെങ്കിൽ പോലും ഓരോ ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ലോജിക് സൈഡോ അല്ലെങ്കിൽ ഒരുപാട് കാട് കയറി ചിന്തിക്കുന്നവർക്കൊക്കെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു പക്ക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മാത്രം എക്സ്പെക്ട് ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. ഇന്റർവൽ പഞ്ചൊക്കെ ചെയ്തിരിക്കുന്ന രീതി, അതിലെ കൊറിയോഗ്രാഫി ആയിക്കോട്ടെ, ആർട്ട് ആയിക്കോട്ടെ, അവിടുത്തെ മ്യൂസിക്കും എല്ലാം കൂടെ വന്നപ്പം ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശങ്കർ ലോയാണ് ഇതിൻ്റെ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഇവർ മലയാളത്തിൽ ചെയ്യുന്നതാണ്. അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഇതിലെ ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. മുജീബിൻ്റെ ഓരോ തവണയും പറഞ്ഞ് വീണ്ടും പറയുകയാണ്, വല്ലാത്തൊരു മനുഷ്യനാണ് ഈ മുജീബ് മജീദ്. അത്ര ഗംഭീരമായിട്ടാണ് ഇതിലെ പാട്ടും സ്കോറും ഭയങ്കര ലീഡ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാം കൊണ്ടും ഒരു വണ്ടർഫുൾ, ഒരു വെൽ പാക്ഡ് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തന്നെയാണ്. ഇതിൻ്റെ സൗണ്ട് കൊണ്ടും ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും എല്ലാം കൊണ്ടും. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയത്, ഇതിൽ ഓരോ ആക്ടേഴ്സിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഇമോഷനും ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ നായകന്മാരെല്ലാം കാണിച്ചിരിക്കുന്ന ഒരു സ്വാഗ് ഉണ്ട്. ഇപ്പം അർജുൻ അശോകൻ്റെ ആണെങ്കിലും റോഷൻ്റെയും ഇവരുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ കാലിബറുള്ള ആക്ടേഴ്സാണ്. ഇവർക്ക് ഇത്രയൊരു സ്വാഗ് കൊണ്ടുവരുന്നത് അതിങ്ങനെ സ്ക്രീനിൽ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ്. അതിലെടുത്ത് പറയേണ്ടത് വിശാഖിൻ്റെ തന്നെയാണ്. വിശാഖിൻ്റെ കോസ്റ്റ്യൂം കൊണ്ടും ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കൊണ്ടും വിശാഖ് വേറൊരു ലെവൽ തന്നെയായിരുന്നു. ഫൈറ്റിൻ്റെ കാര്യത്തിലും വിശാഖിൻ്റെ എടുത്ത് തന്നെ പറയുകയാണ്. അത്രയും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാതെ വന്നിട്ട് പെട്ടെന്നൊരു സാധനം കിട്ടുമ്പം ഭയങ്കര അറിയാം അതിൽ ഒരു ഗ്രേ ഷെയ്ഡിലാണ് നിൽക്കുന്നതെന്ന് അറിയാം. പക്ഷെ ആ വില്ലനെ നമ്മൾ പലപ്പോഴും വില്ലന്മാരെ സ്നേഹിച്ച് പോകുന്ന ഒരു കാലഘട്ടം കൂടെയാണിത്. ഈ വില്ലനെ ഭയങ്കരമായിട്ട് മനസ്സിലോട്ട് കയറിയ ഒരു വില്ലൻ കൂടെ ആയിരുന്നു. അത്ര ഗംഭീര സിനിമ, ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും സ്പോയിലർ ആകും. ഈ WWE റെസ്ലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കണ്ടവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കാം.